ഒരു പഴയ തറവാട് വീടാട്ടോ, കാണേണ്ട ഒരു വീട് തന്നെയാണ്. ഇത് വൈക്കണ പാറകളാട്ടോ ഇതൊക്കെ. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു സ്പോട്ടിൽ ഇരുന്ന് കഴിക്കണ ഒരു പ്രത്യേക ഫീലാണ്. ഞങ്ങൾ പോട്ടെ. പോയി നീലഗിരിയിലെ കാണാ കാഴ്ചകൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബിദർക്കാട് എന്ന പ്രദേശത്തിലെ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ്. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് നമ്മോടൊപ്പം യാത്ര ആസ്വദിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയറാക്കി നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ടാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഹായ്, നമ്മളിപ്പോൾ ഇല്ലേ ബിദർക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ മുമ്പിലാട്ടോ. നമ്മളിന്ന് ബിദർക്കാടിൻ്റെ കുറേ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മളെ കൂടെ ബിദർക്കാടത്തെ ജുബിനുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വേറെ ഡിപ്പാർട്ട്മെൻറ്റേനു, ഞങ്ങൾ ഒരുമിച്ച് ഒരേ കോളേജ് പഠിച്ചാണ്. അഫ്നാസിനെ പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ പുതിയൊരാളുണ്ട് ഷമീർ, പിന്നെ സലാവ്. അല്ലേ ഈ ജുബിന് ഓൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഒന്നെണ്ണം പറഞ്ഞു തരും. ഹായ്, അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ചു വളർന്ന സ്കൂള്. ഒരു 6ാം ക്ലാസ് തൊട്ടിട്ട് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. 6, 7, 8, 9, 10 +1 +2 എല്ലാം ഞാനിവിടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു 7 വർഷം ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ +2 പഠിക്കുമ്പോൾ ഒരുപാട് ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ ടൂർണമെൻറ്റ് പാടന്തറ നമ്മളെ ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ് നീലഗിരി എല്ലാ ഭാഗത്തുനിന്നും വന്നിട്ട് ഇവിടെ കളിക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തും ഭയങ്കര ഭാഗത്തുനിന്ന് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കൂളിൻ്റെ ഒരു വേറെ സെക്ഷൻ മറ്റേ +1 +2 ആ ഭാഗത്തേക്കാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബിൽഡിംഗ് ഒക്കെ കയറിയത്. ഫസ്റ്റ് ഇങ്ങനെയൊന്നുമില്ല, ഫസ്റ്റ് മേലെയായിരുന്നു ചെറിയ ബിൽഡിങ് കാര്യങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ കയറിയതാണ്. ഈ ഗ്രൗണ്ട് അഫ്നാസ് എനിക്ക് ഓർമ്മ ഉണ്ടോ? നമ്മളെ ഇവിടെ ഒന്ന് കളിച്ച് കപ്പൊന്നും കൊണ്ടുവരില്ല, പക്ഷേ നമ്മളൊരു ഓർമ്മ ഉണ്ട് ഈ സ്കൂൾ ഗ്രൗണ്ടിൽ. നിങ്ങളങ്ങനെ സ്കൂളിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ അടുത്ത് എങ്ങോട്ട് പോണേ? അടുത്ത ഇനിയിപ്പോൾ പിന്നെ തമ്പുരാട്ടിപ്പുഴ വേണ്ടല്ലേ? പുഴന്ന് പറയാൻ പറ്റില്ല, പുഴ പോലെയാണ്, എന്നാലും ചെറുതല്ല. അത്യാവശ്യം വലുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു എന്താ പറയുക, കാണാൻ നല്ല രസമുള്ളൊരു ഏരിയ ആണ്. പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇനി നേരെ ആ പുഴയിൽ തമ്പുരാട്ടിക്കുണ്ട് എന്ന് പറയും. തമ്പുരാട്ടിക്കുണ്ട് അവിടെ പോകാൻ പറ്റും.
സൗണ്ട് കേൾക്കുന്നുണ്ടോ? വല്ലാണ്ട് കാറ്റില്ല, പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു കാറ്റുണ്ട്. നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോയിരിക്കൂലേ, ആ ഒരു ഫീലാണ്. ഇനിയിപ്പോൾ നേരെ ഈ വഴി താഴെ എങ്ങനെ പോണത്, ആ തമ്പുരാട്ടിക്കൊണ്ടൊക്കെയാണ് പോണത്. കുറച്ച് റിസ്ക്കാണ് അവിടെ. ഈ ഫോറസ്റ്റിൻ്റെ ട്രെഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആനേൻ്റെ ശല്യം കൊണ്ട് ഈ എർത്തും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് പോയി കഴിഞ്ഞ സീനാണ്. ഇതിൽ വണ്ടി പോകും അതുവരെ? ഇതിൽ നല്ല റോഡാണ്, വരെ വയൽ വരെ നമുക്ക് പോയി. അവിടുന്ന് പിന്നെ വയലിൽ നിർത്തിയാലും കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ വലിയ സീനില്ല. അപ്പോൾ അതിലെങ്ങനെ പോയിട്ട് നോക്കിയിട്ട് വരാം. നമ്മളെ കൂടെ പുതിയ ഒരാളും പാടെ ജോയിൻ ആയിക്കുണ്ടോ, നമ്മളെ സുജിത്ത്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചാണ്. നമ്മളിപ്പോൾ ബദിർക്കാട് ടൗണിൽ നിന്ന് കുറേ ഒരു ഉൾവയലിലൂടെ കുറേ കണ്ടു വന്നിട്ടോ. നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മളതിൻ്റെ ടൗണിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമല്ല. അമ്പലം കണ്ടില്ല? എവിടെ? അത് കണ്ടില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബദിർക്കാട് ഇത്ര കാഴ്ച ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത് വരുന്ന വഴിയൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. നമ്മളങ്ങനെ വരുന്ന വഴിക്ക് കണ്ടൊരു പഴയ തറവാട് വീടാട്ടോ. കാണേണ്ട ഒരു വീട് തന്നെയാണ്. ഒരു വീട് കണ്ടോ, പണ്ടത്തെ നമ്മളെ സിനിമയിലത്തെ ഓരോ സീന് പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഇതൊരു പഴയ അമ്പലമാണല്ലോ കേട്ടോ. ഇത് നോക്കി, ഇല്ലേ ഇത് വീടല്ലേ? ഇത് വീട്, ഇത് അമ്പലം. ഇതെന്താ വെച്ചാൽ പഴയൊരു എന്താ പറയുക, പുരാതന കാലത്ത് ഉണ്ടാക്കിയൊരു വീടും അതിൻ്റെ അടുത്തുള്ള തറവാട്ടമ്പലം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടാണ്, കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. കയറി ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ ഇവർക്കും കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. പഴയ കാലത്തുള്ള സംഭവമാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്കൊക്കെ ഇതിനെക്കുറിച്ച് ഏകദേശം മനസ്സിലാവും. ഇത് നല്ലപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലേ, പുതിയ വീട് ആ ഒരു അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾതാമസം ഒന്നും പറ്റാതെ അങ്ങനെയുണ്ട്. ആ പഴയ ഒരു അതേപോലെ തന്നെ തിണ്ടൊക്കെ കണ്ടില്ലേ, നമ്മളെ ചളി കൊണ്ട് തന്നെ കാലത്തുള്ള തിണ്ടാണ്. ഒന്നുകൂടി അടുത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പഴയ തൂണും ഈ തൂണൊക്കെ കണ്ടില്ലേ, എന്താ വൃത്തിയില്ലേ, വലിയ സംഭവമാണ്. ഡോറും അതിന്റെ ഡോറ് കണ്ടോ. നമ്മൾ ഈ ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിഞ്ഞ് ഇവിടുന്ന് എത്ര പോകണ്ട? ഇനി കുറേ പോകണ്ടോ? ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ അത്ര ഉണ്ട്. അപ്പോൾ ഇനിയും ഉൾഗ്രാമങ്ങളിലൂടെ 2-3 കിലോമീറ്റർ പോകണമല്ലോ നമ്മളെ ആ പോയേക്ക് കേട്ടോ. പോയൊക്കെ പോണ വഴിക്ക് ഇതേപോലെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടോ. കുറേ ചായത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുറേ കുരുമുളക്, കാപ്പി അങ്ങനത്തെ തോട്ടത്തിൻ്റെ നടുക്ക് കൂടെ കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. നമുക്കില്ലേ കാട്ടിൽ വിളിക്കുക അഡ്വഞ്ചറസ് ആണല്ലോ. എന്താ കേറില്ലേ? ഏത് വഴിയുണ്ടോ? പോട്ടെ 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 പോട്ടെ. ഓ, ഇത് ബുള്ളറ്റ് ആയതുകൊണ്ടാണ്. നമ്മളെ ഓഫ് റോഡിന് തനിച്ചൊരു വണ്ടി നമ്മുടെ നാട്ടിൽ. കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടല്ലേ, ഇലക്ട്രോ എടുത്തിട്ട് വന്നോളി, കുറേ വട്ടം വീണ് ഇന്നിപ്പോൾ ഫുള്ള് എൻഫീൽഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല വരാൻ. പക്ഷെ നമ്മളെ പഴയ വണ്ടി ആയിട്ട് ഈ റോഡിലൊക്കെ ബെറ്റർ. ഇങ്ങനെ നടക്കുക. അപ്പോൾ നമ്മൾ അല്ല ജുബിനെ, ഈ വെള്ളം തന്നെയാണ് ഇപ്പം വെള്ളമാണ് വരുന്നത്. നമുക്ക് ഇനി ഇതിനെ ആഹാ
നമ്മൾ പോണതിൻ്റെ അവർ പോയതിൻ്റെ ഭാഗങ്ങളാണല്ലോ ഇപ്പോൾ ഇതൊക്കെ. ശരി കലങ്ങി കിടക്കണ്ടല്ലേ. ഇതിപ്പോ 2 ദിവസമായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് കലങ്ങിയതാണ്. റെഡിയാവും വെച്ചാല് വെയിലൊക്കെ വരുമ്പോ തെളിയും. ഇപ്പം മഴന്റെ കലക്കം കൊണ്ട് പോയേക്കാം, നമുക്ക് പോയേക്കാം. പോയി നോക്കാം. ഇതൊക്കെ ഉണ്ടോ ചായത്തോട്ടത്തിൽ നിന്ന് അടുക്ക കൂടെ ചെറിയ ചെറിയ വീടുകളൊക്കെ. ഇമാതിരി കാഴ്ചകളൊക്കെ ആണെങ്കിൽ ശരിക്കും നമ്മൾ ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിൽ ഒന്നിനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ബിതിർക്കാട് കൂടെ ചിലവൊക്കെ എത്ര പ്രാവശ്യം പോയിക്കണേ, ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിക്കണോ? അതാണ് ഇതൊക്കെ ഉണ്ടോ ടൗണിൽ കൂടെ ഒന്ന് പോകും. അതാണ് ഇതുണ്ടോ. എല്ലാ നാട്ടിലും ഇത് തന്നെ കയറാം. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇതാണ് നമുക്ക് മറ്റേ പിടി പ്ലാസ്റ്റിക്കിന്റെ പിടിയിൽ ചൂല് വരുന്നില്ലേ, തന്നെ അതാണ് സംഭവം. ഇത് ഉണക്കിയിട്ടില്ലേ കണ്ടോ. ഈ പുല്ലാണ് നമ്മൾ അവിടെ കണ്ടല്ലേ, ചൂലിന് അവിടെ കണ്ട ആ ചൂലിന് യൂസ് ചെയ്യുന്നത്. ഇതല്ല ശരിക്കും വലിയ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇത് പറിച്ചിട്ടാണ് ശരിക്കും ആ ചൂലായി വരുന്നത്. ഈ സംഭവം കണ്ടോ, ഇതാണ് നമ്മളവിടെ ഉണക്കാട്ട കണ്ടിട്ടോ. ഈ സംഭവം പറിച്ചിട്ടാണ് അതില് പ്ലാസ്റ്റിക്കിന്റെ പിടിയുള്ള ഈ സംഭവം ഉണക്കിയിട്ടാണ് ആ ചൂലുണ്ടാക്കണത്. ഇപ്പം അടുത്തത് പൂവളത്തോട്ടത്തിൻ്റെ നടുക്ക് കൂടെയുള്ള നടത്താണ്. ഫുള്ള് കൊള്ളാണ്. ആനക്കില്ല വേലിയല്ലേ, എർത്തുണ്ടോ അവിടെ അതില്? ഓടാ എർത്തൊന്നുമില്ല. അത് രാത്രി ആകുമ്പോഴേ കിട്ടോ അത്. അതെ രാത്രി ആകുമ്പോഴട്ടെ ഇതിൽ എർത്തിടുക. ഇത് കണ്ടോ പുറത്ത് കൃഷി, ഇവിടെയൊക്കെ കൃഷി. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് എർത്തെടുക്കുന്നത്. എന്താ വെച്ചാൽ അത്ര മൃഗങ്ങൾ വരും. ഇവിടെ ഫോറസ്റ്റ് ഒന്നും ആവശ്യമില്ല. എത്തി നമ്മളെ സ്പോട്ട് എത്തിയോ? നമ്മളെ സ്ഥലത്തി തുടങ്ങിട്ടോ. പോണ വഴിയുണ്ടോ, കിടിലും പാലാട്ടത്. മരത്തിന്റെ കമ്പി കെട്ടിക്കണം. ആൾക്കാർ പോകണ്ടല്ലേ. 2 മരം ഉണ്ടോ? നമ്മൾ മേഘാലയക്കൊന്നും പോകണ്ടോ. പ്രകൃതി കൊടുത്ത റോഡ് ബ്രിഡ്ജ്. ഇത് മരം കൊണ്ട് തന്നെ ഒരു ബ്രിഡ്ജ് ഇവിടെ പ്രകൃതി ഉണ്ടാക്കി കൊടുത്തേക്കണ്. അവിടെ ആവുമ്പോ സേഫാണ്. അല്ലെങ്കിൽ സാധനം നോർമൽ പറഞ്ഞിട്ടാ മതിയല്ലോ. നമ്മളെ ഷോപ്പ് ഉണ്ട് അവിടെ, ഷോപ്പിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പാർക്കിങ്ങിൽ നിർത്തിയിട്ടാണ് പോയിട്ട് വന്നിട്ട്. അടിപൊളി ത്രില്ലിങ് ആയിട്ടുള്ള വഴിയാട്ടോ വരുന്നേ. വഴിയൊക്കെ നമ്മളൊരു കൊത്തി നടക്കാനും ഒരു ഓടക്കമ്പൊക്കെ എടുത്തേക്കണം. സംഭവം നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടു തുടങ്ങിട്ടോ. അയ്യോ ഇതാ നമ്മളെ സ്പോട്ട്. ശരി വെള്ളം കലക്കുന്നുണ്ട്. 2 ദിവസം മഴ ആയതുകൊണ്ട് ശരി കലക്കുന്നുണ്ട് വെള്ളത്തിന്. മേൽഭാഗത്തേക്കുണ്ടോ? മേൽഭാഗത്ത് ഇതേപോലെ നിരപ്പാണ്, കുറച്ച് നല്ല വെള്ളം. പക്ഷെ അന്ന് ഇത്ര വെള്ളം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വെള്ളം കൂടിയിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഞങ്ങൾ ഇതിലെ അങ്ങനെ കയറിയിട്ട് ഞങ്ങൾ പാസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ പോകാൻ പറ്റാത്ത.
അടിപൊളി സ്പോട്ട് കേട്ടോ. ഓലൊക്കെ അവിടെ എത്തിട്ടോ. ഇതിലെങ്ങനെ പോയിട്ട് നമുക്ക് ഇതിലൊന്ന് പോയേക്കാം നമുക്ക്. വാ നോക്കാം. പോവാ. ഇത് വൈക്കണ പാറകളാട്ടോ ഇതൊക്കെ. ഓലിത് അവിടെ എത്തിയിരിക്കുന്നു. കേറി കേറി. അടിപൊളി സ്പോട്ടാട്ടോ. ഒരുപാട് പാറകളുണ്ട്. ഫുള്ള് വെള്ളച്ചാട്ടം. എന്നുവെച്ചാൽ വലിയ ഫാൾസ് ഒന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ഫാൾസുകൾ. നല്ല രസമുണ്ട് കാണാം. ഇച്ചിരിയുടെ വേനലാവുമ്പോൾ വന്നാൽ ഒന്നുകൂടെ തെളിഞ്ഞ വെള്ളമാകുമ്പോൾ രസമുണ്ടാവും കേട്ടോ കാണാൻ. ഇതിപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് അത്യാവശ്യം മഴ പെയ്തിരുന്നു. ഫുഡ് എങ്ങനെയുണ്ടാ? നല്ല പൊള്ളി കുസ്തിയാണ്. അടിപൊളിയാണ്. ഇത് ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ ജുബിന്റെ മാമന്റെ ഷോപ്പ് ഒന്ന് വാങ്ങിയാട്ടോ. കപ്സല്ലേ ഇത്? എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? കുസ്കല്ലേ? ആ കുസ്കയാണ്. അച്ചാറൊക്കെ അതാണ് മെയിനായിട്ട് ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു സ്പോട്ടിലിരുന്ന് കഴിക്കണ ഒരു പ്രത്യേക ഫീലാണ്. ഇരുന്ന് കഴിക്കട്ടെ. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് ഭാഗം നമ്മൾ ജസ്റ്റ് നമ്മളെ ചായത്തോട്ടം കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബുള്ളറ്റ് റൈഡ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. പോവാം. ഇത് സുഖമായി കിട്ടുന്നുണ്ട്. 38-40 അടുത്ത് സൗണ്ട് ബോറാണ്. ഞാൻ ജസ്റ്റ് ഷോപ്പിലൊക്കെ ആണെങ്കിൽ സൗണ്ട് ഒരു വണ്ടി വരുന്നുണ്ട്.
പീസായിട്ടുണ്ടാവും. എടാ നല്ല പീസായിട്ടുണ്ട് കണ്ടോ, സൗണ്ട് ഒന്നും പീസ് ഔട്ട്. ഞാടാ ഇത് എന്ത് പറ്റിയാ ഈ ജീപ്പിന്, എന്ത് പറ്റിയതാ? ഇത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുന്നിട്ടതാണ്. എഞ്ചിൻ പണി എന്തോ ആയിട്ട് ഒഴിവാക്കിട്ടല്ലേ? ഒരു നമുക്കിവിടെ കാണാൻ പറ്റും. പഴയ ജീപ്പ് ഉണ്ടോ? ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് സാധനം. ഓട്ടോ സ്റ്റിയറിംഗ് കാട്ടില്. ഇത് കറക്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ച പോലെ കിടക്കാണ്. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ. ആ ഒന്നേ കൊണ്ടുള്ളൂ. കടി എങ്ങനെയുണ്ട് നോക്കാം, കടിച്ചു നോക്കാം. നെല്ലിക്കൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മക്കറിയില്ലേ, നല്ല മധുരന്ന്. ഇങ്ങനെ നമ്മളും ഒന്ന് എറിഞ്ഞ് പറിച്ചിട്ടോ, നല്ല അടിപൊളി നെല്ലിക്ക. പോവില്ലേ? അപ്പം നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ടല്ലേ? ഒരുപാട്. അപ്പം ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പം നമുക്ക് ടൈമില്ല, ടൈം ഒരുപാടായി. അടുത്തൊരു വേറൊരു ദിവസം വേറൊരു ദിവസം നമുക്ക് എന്തായാലും സെറ്റാക്കാം. നമുക്ക് ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ റെഡിയാക്കാം. അടുത്ത എപ്പിസോഡിലല്ല, വേറൊരു ദിവസം ഞാൻ വരുന്നു. ഓക്കെ, ശരി.